ഷാഹിദ കിച്ചടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക് ഉണ്ടാക്കിയ ശേഷം ഉടനെ തന്നെയോ തണുപ്പിച്ചോ കുടിക്കാനുള്ള ഒരു ബദാം മിൽക്കാണ് ഉണ്ടാക്കുന്നത്. 3 പേർക്ക് സെർവ് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 1 കപ്പ് ബദാം വെള്ളത്തിൽ കുതിരാൻ വെച്ചിരിക്കുന്നു. 3 കപ്പ് പാലാണ് ഇതിന് വേണ്ടത്. ബദാം ഓരോന്നായി പ്രസ് ചെയ്ത് തൊലി റിമൂവ് ചെയ്ത് എടുക്കണം. അതിനുശേഷം റിമൂവ് ചെയ്തതിന് ശേഷം മാറ്റിവെച്ച പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ബദാം അരച്ച് എടുക്കണം. തൊലി കളഞ്ഞ് ബദാം അരച്ച് കൊണ്ടുവരാം. ബദാമെല്ലാം ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അതിൽ നിന്നൊരു 4 ബദാം എടുത്ത് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെക്കണം. നേരത്തെ മാറ്റി വെച്ച പാലിൽ നിന്ന് ഒരു 1/4 കപ്പ് പാലെടുത്ത് ബദാമിൽ ഒഴിച്ചു കൊടുത്ത് 2 ഏലക്കയും ചേർത്ത് അരച്ചു കൊണ്ടുവരാം. പാൽ കാച്ചാൻ വെക്കണം. നേരത്തെ വെച്ച 3 കപ്പ് പാല് അടുപ്പ് കത്തിച്ച് കാച്ചാൻ വെച്ച് കൊടുക്കാം. നല്ല തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കും. നമുക്ക് എത്രയാണോ മധുരം അതനുസരിച്ച് പഞ്ചസാര ചേർക്കും. അതിനുശേഷം അരച്ചു വച്ചിരിക്കുന്ന ബദാം ഇട്ട് കൊടുക്കും. പാൽ മിക്സിയുടെ ജാറിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി നല്ലപോലെ തീ കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി ബദാം വേവുന്നത് വരെ നല്ലപോലെ ഇളക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അതും കൂടി ഇച്ചിരി ചേർത്ത് അരക്കാം ബദാമിൻ്റെ കൂടെ. ഇവിടെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തില്ല. ബദാം നന്നായി വേവണത് വരെ ഇത്തിരി നേരം തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ച് അതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 3 മിനിറ്റ് തിളപ്പിക്കണം. ബദാം കട്ട കെട്ടാതിരിക്കാൻ നല്ല സ്പീഡിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കാച്ചിയ ശേഷം നേരിയ ചൂടോടുകൂടിയും കുടിക്കാവുന്നതാണ്, തണുപ്പിച്ചും കുടിക്കാവുന്നതാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം.
തീ കൂട്ടി വെച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പൊങ്ങിപ്പോയാൽ ബുദ്ധിമുട്ടാകും. പൊങ്ങിപ്പോകാതെ സൂക്ഷിക്കണം. ബദാമും നല്ല വെന്തിട്ടുണ്ട്, പാല് നല്ല കുറുകി വന്നിട്ടുണ്ട്. ബദാം മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. ഇത് ചൂടാറുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം അരിഞ്ഞു വെച്ച ബദാമും കസ്കസും ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യുക. ബദാം മിൽക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം കസ്കസ് ഇട്ട് കൊടുക്കുക. ഈ 2 സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന ബദാം ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ബദാം മിൽക്കാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.